നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാടിൻ്റെ മലയോരങ്ങളിലേക്ക് കുടിയേറി പാർത്ത ഒരു ജനത ഈ മലനാടിൻ്റെ പല പ്രദേശങ്ങളിൽ ചിതറി കുടിൽ കെട്ടി സ്വപ്നങ്ങൾ വിതച്ചു കാത്തിരുന്നു. അതിജീവനത്തിൻ്റെ കഠിനകാലത്തിൻ്റെ കൈവഴികളിൽ അന്നത്തിനായി അധ്വാനിച്ച് അവർ പുതിയ നാട് പടുത്തുയർത്തി. അധ്വാനത്തിൻ്റെ ആലസ്യം വിട്ടുമാറാൻ ആത്മീയതയുടെ ചൂട് പടർത്തി ഇവർ കർത്താവിൽ അഭയം പ്രാപിച്ചു. ചെറിയ ഒരു ദേവാലയമായിരുന്നു യവനാർകുളം ദേവാലയം. ഇന്ന് ഇവർ കാത്തിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. സെന്റ് മേരീസ് ദേവാലയം അതിൻ്റെ എല്ലാ ആത്മീയ പ്രൗഢിയോടും കൂടി ഉയർന്നു വരുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ ഇടവക ജനങ്ങൾ. സെന്റ് മേരീസ് ദേവാലയം പുതുതലമുറയുടെ നിറവിൽ നിറഞ്ഞു നിൽക്കും ഒരു പുത്തൻ ദൃശ്യാവിഷ്കാരം. മിഷൻ ലീഗ്, KCYM, മാതൃവേദി, വിൻസെന്റ് ഇപ്പോൾ തുടങ്ങിയ ഭക്തസംഘടനകളുടെയും ഒരു കൂട്ടായ്മ. അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനും സിസ്റ്റേഴ്സും കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തോടെ നിലകൊള്ളുന്നു. ഞാൻ ജിമ്മി മൂലയിൽ യവനാറുകുളം ഇടവകയുടെ രണ്ടാമത്തെ വികാരി അച്ഛനാണ്. 2005 മെയ് മാസം 5-ാം തീയതി ഈ ഇടവക ആരംഭിച്ചത് കാട്ടിമൂല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ കുരിശുപള്ളിയായിട്ടാണ് അന്ന് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ട് വെഞ്ചരിച്ച് ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് 2009 ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ട് ഒരു വൈദികനെ ഇടവക വികാരിയായിട്ട് ലഭിച്ചത്. പ്രഥമ വികാരിയായിരുന്ന ഷാജു മുളവേലിക്കുന്നലച്ചനാണ് ഈ ഇടവകയുടെ പ്രഥമ വികാരി. അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയാവുന്നത്. ഇവിടെ അച്ഛൻ വരുമ്പോൾ താമസിക്കാനായിട്ട് കാര്യമായ സൗകര്യങ്ങളില്ലായിരുന്നു. പള്ളിയോട് ചേർന്നുള്ള ചെറിയ 2 മുറികളിലായിട്ടാണ് അച്ഛൻ താമസിച്ചിരുന്നത്. ആവശ്യമായ സ്ഥലം പള്ളിക്ക് ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പരിമിതികളിൽ നിന്ന് ആ പരിമിതികളെല്ലാം തീർത്ത് ഈ ഇടവക ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വളർത്തിയത് അച്ഛനാണ്. സ്ഥലങ്ങൾ മേടിച്ചു. ഇന്ന് കാണുന്ന ഈ മനോഹരമായ പള്ളിമുറി അച്ഛൻ ഇവിടെ സ്ഥാപിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇടവകയുടെ ആത്മീയമായ വളർച്ചയിൽ ഇടവക സമൂഹത്തെ ഒരു കൂട്ടായ്മയായി വളർത്തുന്നതിൽ അച്ഛൻ്റെ പങ്ക് വലുതാണ്. അച്ഛൻ നട്ടു വളർത്തിയ അതിന് കൂടുതൽ വളം നൽകി വളർത്തുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായി എൻ്റെ ലക്ഷ്യമെന്നുള്ളത് എന്നെ പിതാവ് ഇവിടെ നിയമിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു ദേവാലയം നിർമ്മിക്കുക എന്നതിലായിരുന്നു. അപ്പം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിന് ഇടവക ജനത്തെ ഒരുക്കുകയുമായിരുന്നു ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിലൂടെ. അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 2016 ജനുവരി മാസം 30-ാം തീയതി തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവകൃപയാലും ഇടവക ജനത്തിൻ്റെ അകമഴിഞ്ഞ സഹകരണത്താലും വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും യാതൊരു തടസ്സങ്ങളും സംഭവിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഇടവക സമൂഹത്തെ ആ കൂട്ടായ്മയെ നിലനിർത്തുന്നതിനും ആത്മീയമായി അവരെ കൂടുതൽ വളർത്തുന്നതിനും ഈ വർഷങ്ങളിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ദേവാലയ നിർമ്മാണത്തിൽ അവരുടെ ഇത്രത്തോളമുള്ള സഹകരണം ഉണ്ടായിട്ടുള്ളത്. കേവലം സാമ്പത്തികമായ സഹകരണം എന്നതിനേക്കാൾ ഉപരിയായി ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ആത്മീയമായുള്ള പ്രാർത്ഥനയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇടവക സമൂഹം ഒന്നാകെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു, ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ദേവാലയത്തിൽ ആരാധന നടത്തി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു, നോമ്പ് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ആത്മീയമായ ബലം ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ പുറകിൽ ഇപ്പോൾ ഉണ്ട്. ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങൾ കൂടുതലായും
വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസ വളർച്ച വിശ്വാസ പരിശീലനത്തിലാണല്ലോ അടങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി സൺഡേ സ്കൂൾ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ കുട്ടികൾ 170ഓളം വരുന്ന കുട്ടികൾ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. വിശ്വാസ പരിശീലന രംഗത്ത് പഠന കാര്യത്തിൽ മാത്രമല്ല ആത്മീയമായ വളർച്ചയിലും അവർ ഒത്തിരി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9:45 ആരംഭിക്കുന്ന വേദപാഠം 12:45 അവസാനിക്കുക. അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ സാമൂഹിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കലാപരമായ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ ഇവിടുത്തെ വേദപാഠം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ചുക്കാൻ വഹിക്കുന്നത് ഹെഡ് മിസ്ട്രസ്സായ മേരി ടീച്ചറാണ്. അതുകൂടാതെ തന്നെ മേരി ടീച്ചറിൻ്റെ സഹകാരികളായിട്ട് 13 അധ്യാപകരും ഇവിടെ ഈ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ വിൻസെൻ്റ് പോൾ സംഘടനയുടെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടവകയിലുള്ള സാധുക്കളായ ആളുകളെ കൂടുതലായി സഹായിക്കുന്ന കാര്യത്തിൽ അവർ മുൻകൈ എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവിടെ ഇടവകയിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 50,000-ഓളം രൂപ അവർ പല വഴികളിലായി സംഘടിപ്പിക്കുകയും ആ കുട്ടിയെ വിവാഹത്തിന് പറഞ്ഞയക്കാനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് സംഘടനകളും പ്രത്യേകിച്ച് KCYM, മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകളുമൊക്കെ ഈ ഇടവകയിൽ നന്നായി തന്നെ പ്രവർത്തിക്കുന്നു. യുവജനങ്ങളാണ് ഓരോ സമൂഹത്തിൻ്റെയും നെടുന്തൂണ് എന്ന് പറയാവുന്നത്. ഇവിടുത്തെ യുവജനങ്ങൾ കുറേയധികം പേര് ഇടവകയ്ക്ക് പുറത്ത് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണെങ്കിലും ഇടവകയിലുള്ള യുവജനങ്ങൾ ഏറ്റവും നന്നായി തന്നെ ഇടവകയുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും പ്രത്യേകിച്ച് അൾത്താര ശുശ്രൂഷയിലും മറ്റ് പ്രവർത്തന മേഖലയിലുമൊക്കെ അവർ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കുട്ടികളുടെ സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗ് ഒരു തരത്തിൽ പറഞ്ഞാൽ മേഖലയിലെ തന്നെ ഒരു നല്ല യൂണിറ്റായിട്ട് ശാഖയായിട്ട് പ്രവർത്തിക്കുന്നു. കുട്ടികൾ എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥന ചൊല്ലി മിഷൻ ലീഗിൻ്റെ അംഗങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും വിശുദ്ധ കുർബാന കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. കായികമായും കലാപരമായുമുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും രൂപതാ തലങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ വരെയും സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നു. സാമൂഹ്യപരമായി രോഗികളെ സന്ദർശിക്കുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുകയും അവിടങ്ങളിലൊക്കെ വേണ്ട സാമ്പത്തികമായും ശാരീരികമായുമുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വിവിധതര പ്രവർത്തനങ്ങളിലൂടെ ഈ ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടന ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഇടവകയിലെ മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ. ശക്തമായ ഒരു മാതൃവേദി യൂണിറ്റ് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫണ്ട്, ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണാർത്ഥം വിവിധ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. കോഴി വളർത്തുക വീടുകളിൽ കൂടെ, അതുപോലെ തന്നെ പഴയ സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് വിൽക്കുക, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടകം തന്നെ ഏതാണ്ട് 1,00,000-ഓളം രൂപ അവർ സമാഹരിച്ചു കഴിഞ്ഞു. പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ. ഇത് മാത്രമല്ല, ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും അവർ മുൻപിൽ തന്നെയാണ്. എല്ലാ മാസത്തിലും ഒരു ചൊവ്വാഴ്ച ദിവസം അവർ ഒരുമിച്ച് വരികയും 4 രഹസ്യങ്ങൾ ചൊല്ലി 2 മണിക്കൂർ നീളുന്ന ജപമാല ചൊല്ലി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദേവാലയ നിർമ്മാണ വിജയത്തിന് വേണ്ടി. അതുകൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയ നിർമ്മാണ പരിസരത്ത് നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, വീടുകളിലുള്ള പ്രാർത്ഥനകൾ കൂടാതെ. അപ്പം ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഇടവകയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഈ ഇടവകയിലെ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ചടുലലയ താളങ്ങളോടെ നൃത്തകലയുടെ മാസ്മരിക ലോകത്തിലേക്ക് ഒരു നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു നിത്യ ഫ്രാൻസിസ്. കൊല്ലരുതേ പാപമീ പഥികനെ
കൊല്ലരുതേ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി. യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ, യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി. യാത്രയായി, മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി. വേഗം വിടത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി കാതൻ യാത്രയായി. തനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി. ആരാരും എല്ലാ വഴിയിൽ പുര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് രാജാൻ കാത്തു നിന്നു. കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തു നിന്നു, വഴിയിൽ പാത്തു നിന്നു. നിർദ്ദയം കൊത്തിക്കുടയുന്നു, പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ്. ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു. ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ മൃതപ്രായനായി വിജനതയിൽ. ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി. പിന്നിലായി വന്നൊരു ലേവായനെങ്കിലും തൻ വഴി നോക്കിയകന്നു പോയി. ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ? വന്നോരും പോയി കണ്ടോരും പോയി, മൂന്നാമനാരോ വരുന്നു മെല്ലെ തൻ കഴുതമേലായി. ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി. എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി. തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം.
മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. പുലരി പുതരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ. ആ 1949-50 കാലഘട്ടത്തിലാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ തൊടുപുഴ തുടങ്ങിനാടുന്ന സ്ഥലത്തുനിന്നാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ അവിടുന്ന് തീവണ്ടി കയറി തലശ്ശേരി വരെ, തലശ്ശേരിയിൽ നിന്ന് പിന്നെ 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടുള്ള ബസ് കിട്ടുക. അന്ന് ബസ്സില്ല മാനന്തവാടിക്ക്. അങ്ങനെ 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. അവിടുന്ന് തലപ്പുഴയ്ക്ക് ബസ് കിട്ടി. തലപ്പുഴ വന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ യവനാർകുളത്ത് എത്തണം, ഒരു 8 കിലോമീറ്റർ ദൂരം. അങ്ങനെ അവിടെ നിന്ന് നടന്ന് അങ്ങനെ വരുന്ന വഴി നല്ല കാടാണ്. ഈ കാട്ടിൽ കൂടെ ഉള്ള വഴിക്കൂടെ വരുമ്പോഴാണ് അന്ന് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുരങ്ങിനെ കാണുന്നത്. അങ്ങനെ കുരങ്ങിനെയും കണ്ട് അതിനെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞും പിടിച്ചും ഒക്കെ ഇവിടെ യവനാർകുളത്തെത്തി. യവനാർകുളത്ത് എത്തിക്കഴിയുമ്പം കാർന്നവർ വന്നിട്ട് സ്ഥലം കുറച്ച് വാങ്ങി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡില്ല, വൈദ്യുതി എന്ന് പറഞ്ഞ പരിപാടികളൊന്നുമില്ല, വാഹനം വരെയില്ല. അങ്ങനെ പിന്നെ കാർന്നവരുടെ മെയിൻ ഒരു ആശയമെന്ന് പറഞ്ഞ പോലെ ഒരു റോഡിൻ്റെ സൗകര്യം ഉണ്ടാക്കുക. അങ്ങനെ റോഡിൻ്റെ പണി മാനന്തവാടി തലപ്പുഴ ഇങ്ങനെയുള്ള റോഡിൻ്റെ പണി ഇവിടെ നാട്ടിൻപുറത്ത് നാട്ടുകാരെയെല്ലാം സംഘടിച്ച് അങ്ങനെ റോഡിൻ്റെ പണി തുടങ്ങി. ആ പണിക്കെല്ലാം നമ്മൾ അന്ന് മുതൽ സഹകരിച്ചു. ഏതായിരുന്നാലും അതിൻ്റെ വിജയം എന്ന പോലെ ഇപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ചുള്ള ബസ്സൊക്കെ ഓടാൻ തുടങ്ങി. അങ്ങനെ പള്ളിയുടെ ഒരു ബുദ്ധിമുട്ട്. അന്ന് പള്ളിയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് തലപ്പുഴ പോകണം, ഈ 8 കിലോമീറ്റർ നടക്കണം. തലപ്പുഴ പോയാൽ അന്ന് അവിടെ ഒരു യൂറോപ്യൻ അച്ഛൻ, ഒരു വെള്ളക്കാരൻ അച്ഛനാണ്, സിയാറോ അച്ഛൻ എന്ന് പറയും. ആ അച്ഛൻ്റെ കുർബാന പിന്നെ ഞങ്ങൾ അച്ഛനും കൂടി സഹകരിച്ച് ഇവിടെ കാട്ടിമൂല ഒരു പള്ളി ഷെഡുണ്ടാക്കിയ കുർബാന ചൊല്ലിത്തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനൂടെ വന്നുകൊണ്ടിരുന്നു. കാട്ടുമൂല വന്ന് കുർബാന ചൊല്ലി വൈകുന്നേരം വരും. ചിലപ്പോൾ അന്ന് തന്നെ മടക്കം പോകും. അന്ന് കുർബാന ചൊല്ലാൻ അച്ഛൻ വന്നാലും നടന്നു വരണം. അന്ന് ഈ തോട്ടപ്പുഴു എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ചിലപ്പം പള്ളിയിൽ എത്തിക്കഴിയുമ്പം ഈ പുഴു കടിച്ചിട്ട് ഇത് വിട്ട് കഴിയുമ്പോൾ ചോര വരുമ്പോഴാണ്, തണുപ്പ് വരുമ്പോഴാണ് വിവരം അറിയുക. അങ്ങനെ ആ പുഴുവിൻ്റെ ശല്യം ഒന്ന് ഭയങ്കരമായിരുന്നു. പിന്നെ അത്യാവശ്യം വന്യമൃഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ശല്യങ്ങളും പരിപാടികളും. അങ്ങനെ അച്ഛൻ കുർബാന ചൊല്ലി അതിന് ശേഷം ആ അച്ഛൻ ഇവിടുന്ന് മാറിയതിന് ശേഷമാണ് മൃഗാനസ് അച്ഛൻ വന്നത്. മൃഗാനസ് അച്ഛനാണ് അന്ന് റോഡ് പണിക്ക് വളരെ കാര്യമായിട്ട് തലപ്പുഴയ്ക്കും മാനന്തവാടിക്കുള്ള റോഡിൻ്റെ പണി കാര്യമായിട്ട് ഇടപെട്ട് പണി നടത്തിയത്. അങ്ങനെ അച്ഛനും ഇവിടുന്ന് മാറിയതിന് ശേഷം കാട്ടുമലപ്പള്ളിയിൽ ഇടവക്കാർ 10, 500, 600 ഇടവക്കാരുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പള്ളി യവനാർകുളത്ത്, അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് അന്ന് സ്ഥലം കിട്ടാൻ വളരെ വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് അന്വേഷിച്ചതിന് ശേഷം ഏതാനും പേര് കൂടെ കുറച്ച് സ്ഥലം പള്ളിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ യവനാർകുളത്ത് ഒരു പള്ളി പണിയാൻ വേണ്ടി ആരംഭമിട്ടത്. ഇതാ നക്ഷത്ര താരങ്ങൾ ഉദിച്ചുയരുന്ന വെൺശോഭ പോലെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും മൂർത്തീഭാവമായ പരിശുദ്ധ അമ്മ. അമ്മയുടെ സ്തുതിഗീതവുമായി ഗോഡ്വിനും കൂട്ടുകാരും. ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.